ഒരു കൈയിൽ മൈക്കും മറുകൈയിൽ ലഹരിക്കെതിരെയുള്ള പോസ്റ്ററുകളുമായി കേരളത്തിലെ വിദ്യാലയങ്ങളിൽ സംഘടനകളിൽ അയാൾ നിറഞ്ഞാടി. മക്കളെ അല്ലെങ്കിൽ മോളെ അവനെ ഒന്ന് ചേർത്ത് പിടിച്ച് നെറ്റിലൊരു ഉമ്മയൊക്കെ കൊടുക്കുകയെന്ന് രക്ഷിതാക്കളോട് വികാരാധീനനായി പറയുമ്പോൾ ആരും സംശയിച്ചുമില്ല. ആ സ്നേഹപ്രകടനങ്ങൾക്കപ്പുറം ഒരു വേട്ടക്കാരന്റെ കണ്ണുകളുണ്ടായിരുന്നുവെന്ന്. മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ഫിലിപ്പ് മമ്പാടിന്റെ അറസ്റ്റോടെ പുറത്തു വരുന്നത് സാംസ്കാരിക കേരളത്തെ ഞെട്ടിക്കുന്ന വഞ്ചനയുടെ കഥയാണ്. ലഹരി വിരുദ്ധ പാഠങ്ങളും മോട്ടിവേഷൻ പ്രസംഗങ്ങളുമൊക്കെയായി സോഷ്യൽ മീഡിയയിൽ കൗമാരക്കാരുടെ ഫിലിപ്പ് സാറായി തിളങ്ങിയ മുൻ SI ഫിലിപ്പ് മമ്പാടിന്റെ മാന്യതയുടെ മുഖംമൂടി അഴിഞ്ഞു വീഴുന്നത് ആ പോക്സോ കേസിന്റെ വിവരങ്ങൾ പുറം ലോകം അറിഞ്ഞതോടെയാണ്. മാനസിക വെല്ലുവിളി നേരിടുന്ന 16-കാരിയുടെ മാതാപിതാക്കൾ ഫിലിപ്പിനെ സമീപിക്കുന്നത് മകളുടെ ഭാവിയെ കരുതിയാണ്. ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥനാണ്, മോട്ടിവേഷണൽ സ്പീക്കറാണ് എന്നീ മേൽവിലാസങ്ങൾ അത് ഉണ്ടായിരുന്നുകൊണ്ട് അവർക്ക് വലിയ ഉറപ്പായിരുന്നു. കുട്ടി എൻ്റെ വീട്ടിൽ നിൽക്കട്ടെ, ഞാൻ കൗൺസിലിങ്ങിലൂടെ കുട്ടിയെ ശരിയാക്കി എടുക്കാമെന്ന ഫിലിപ്പിന്റെ വാക്ക് ആ മാതാപിതാക്കൾ വിശ്വസിച്ചു. അങ്ങനെ അവർ ഫിലിപ്പ് സാറിന്റെ സ്വന്തം വീട്ടിൽ മകളെ ഏൽപ്പിച്ചു. അതേ നിമിഷം അയാൾ തന്റെ ഇരയെ പൂട്ടുകയായിരുന്നുവെന്ന് ഈ മാതാപിതാക്കൾ അറിഞ്ഞില്ല. 2025 സെപ്റ്റംബർ 3-4 തീയതികളിലാണ് കേസിന് ആധാരമായ സംഭവം നടക്കുന്നത്. 16 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചെന്ന പരാതിയിൽ നിലമ്പൂർ പോലീസ് അറസ്റ്റ് രേഖപ്പെടുന്നു. ആദ്യം എല്ലാവരും ഒന്ന് ഞെട്ടി. ഞങ്ങളുടെ ഫിലിപ്പ് സാറ് അങ്ങനെ ചെയ്യില്ല എന്നും പറഞ്ഞു. പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ കൗൺസിലിങ്ങിനായി ഫിലിപ്പ് മമ്പാടിനെ ആശ്രയിച്ചിരുന്നു. ഈ കാലത്ത് രക്ഷിതാക്കളുടെ സമ്മതത്തോടുകൂടി പെൺകുട്ടി താമസിച്ചിരുന്നത് ഫിലിപ്പിന്റെ സംരക്ഷണയിലാണ്. ഇതിനെ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ അറിയാതെ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് കൊണ്ടുപോയി ഈ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു ഇയാൾ. ഫിലിപ്പ് സാറിനെതിരെ റിമാൻഡ് റിപ്പോർട്ടും ഇന്നലെ വന്നു. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അതിലുള്ളത്. ഫിലിപ്പ് മമ്പാട് നടത്തിയ കാസർഗോഡ് യാത്ര വെറുമൊരു സഞ്ചാരമായിരുന്നില്ല, മറിച്ച് ഒരു ഇരയെ വേട്ടയാടാൻ മാസങ്ങൾക്ക് മുൻപേ തയ്യാറാക്കിയ തിരക്കഥയുടെ പൂർത്തീകരണമായിരുന്നു. സെപ്റ്റംബർ 3 മോട്ടിവേഷൻ ക്ലാസുകൾക്കായി പോകുന്നുവെന്ന വ്യാജേന പെൺകുട്ടിയുടെ മാതാപിതാക്കളെ ഇയാൾ വിശ്വസിപ്പിച്ചു. ലഹരി വിരുദ്ധ ക്ലാസുകളിലൂടെയും കൗൺസിലിങ്ങിലൂടെയും കുട്ടികളെ നേർവഴിക്ക് നടത്തുന്ന മാന്യനായ സാർ എന്ന പ്രതിച്ഛായ ഉള്ളതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ ഇയാളെ സംശയിക്കാൻ ഒരു കാരണവും ഉണ്ടായില്ല. ഈ വിശ്വാസത്തെ അയാൾ തന്റെ ക്രൂരമായ കുറ്റകൃത്യത്തിന് ചവിട്ടുപടിയാക്കി. ഈ യാത്രയിൽ ഏറ്റവും അധികം ആയുധമാക്കിയത് താൻ ഉപേക്ഷിച്ചു വന്ന കാക്കിയുടെ അധികാരത്തെയായിരുന്നു. ഒരു വർഷം മുൻപ് സർവീസിൽ നിന്ന് സ്വയം വിരമിച്ചെങ്കിലും പോലീസ് ഐഡന്റിറ്റി കാർഡ് തിരികെ നൽകാതെ ഇയാൾ കൈവശം വെച്ചിരുന്നു. കാഞ്ഞങ്ങാടുള്ള സ്വകാര്യ ഹോട്ടലിൽ മുറിയെടുക്കാൻ എത്തിയപ്പോൾ ഈ പഴയ ID കാർഡ് ഉയർത്തിക്കാട്ടിയാണ് അയാൾ ഹോട്ടൽ അധികൃതരെ കബളിപ്പിച്ചത്. താൻ ഡ്യൂട്ടിയിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്നും ഒപ്പമുള്ള തന്റെ ബന്ധുവാണെന്നും അയാൾ വിശ്വസിപ്പിച്ചു. ഒരു പോലീസുകാരൻ എന്ന നിലയിലുള്ള ബഹുമാനവും അധികാരവും അവിടെ അയാൾക്ക് ചോദ്യം ചെയ്യപ്പെടാത്തൊരു സുരക്ഷയും നൽകി. ഹോട്ടൽ ജീവനക്കാരുടെയും മറ്റുള്ളവരുടെയും യാതൊരു സംശയത്തിനും ഇടം നൽകാതെ പോലീസ് എന്ന പദവി നൽകിയ പ്രൊട്ടക്ഷൻ മറയാക്കി ആ ഹോട്ടൽ മുറിയിൽ വെച്ച് പെൺകുട്ടിയെ പലതവണ ഇയാൾ ക്രൂരമായി ലൈംഗികമായി പീഡിപ്പിക്കുന്നു. ഒരു പോലീസുകാരനാണെന്ന വ്യാജ പ്രതീതി സൃഷ്ടിച്ചതിലൂടെ പുറത്തു നിന്നുള്ള എല്ലാ നിരീക്ഷണങ്ങളെയും തടയാൻ ഇയാൾക്ക് കഴിഞ്ഞു. രക്ഷകനാകുമെന്ന് കരുതി വിശ്വസിച്ചേൽപ്പിച്ചവർക്ക് മുന്നിൽ നിയമപാലകന്റെ വേഷം കെട്ടി ഇയാൾ നടത്തിയ വഞ്ചനയാണ് ഈ കേസിനെ അതീവ ഗുരുതരമാക്കുന്നത്. കുറ്റകൃത്യത്തിന് പിന്നാലെ നിയമവഴിയിൽ നിന്നും രക്ഷപ്പെടാൻ ഫിലിപ്പ് തന്ത്രപരമായ നീക്കങ്ങളൊക്കെ നടത്തി. അതിജീവിതരുടെ വീട്ടിൽ നേരിട്ടെത്തി പണവും സ്വാധീനവും ഉപയോഗിച്ച് കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചു. പുറം ലോകത്ത് വലിയ സ്വാധീനമുള്ള വ്യക്തിയായതിനാൽ സാക്ഷികളെ ഭീഷണിപ്പെടുത്താനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്ന് കണ്ടാണ് പോലീസ് കർശന നടപടി സ്വീകരിച്ചത്. പ്രതിക്ക് വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുള്ളതിനാൽ ജാമ്യം നൽകരുതെന്നും അതോടൊപ്പം തന്നെ പ്രതിയുടെ പാസ്പോർട്ട് ഹാജരാക്കണമെന്നൊക്കെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സ്കൂളിൽ നടന്ന കൗൺസിലിങ്ങിനിടെയാണ് ഫിലിപ്പിന്റെ കണക്കുകൂട്ടലുകളെയൊക്കെ തെറ്റിച്ചുകൊണ്ട് ഈ 16 വയസ്സുകാരിലെ പെൺകുട്ടി മനസ്സ് തുറക്കുന്നത്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇടപെട്ട് ചേവായൂർ പോലീസിൽ പരാതി നൽകി. വെറുതെയല്ല ഭാര്യ തുടങ്ങിയ റിയാലിറ്റി ഷോകളിലൂടെ ശ്രദ്ധേയനായ ഇയാൾ ഒരു വർഷം മുൻപാണ് പോലീസ് സേവനത്തിൽ നിന്ന് സ്വയം വിരമിച്ചത്. നിലവിൽ റിമാൻഡിലുള്ള പ്രതിക്കെതിരെ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ മാതാപിതാക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായി ഒരാളെ അങ്ങ് നന്നാക്കിയെടുക്കാനുള്ള കോഴ്സൊന്നുമല്ല. അത്യാവശ്യം നന്നായി സംസാരിക്കാനും നന്നായി ഭാഷ കൈകാര്യമൊക്കെ ചെയ്യാൻ പറ്റുന്ന ആർക്കും മോട്ടിവേഷണൽ സ്പീക്കർ ആകാം. ആ മോട്ടിവേഷണൽ സ്പീക്കർ എന്നൊരു ടാഗ് ലൈൻ ഉണ്ടെങ്കിൽ എന്തും വിശ്വസിച്ച് നിങ്ങളുടെ മക്കളെയൊക്കെ കൊണ്ടുപോയി കൊടുത്തങ്ങ് നന്നാക്കിയെടുക്കുക എന്നൊരു പരിപാടി ഉണ്ടല്ലോ, അത് നിർത്തുക. ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർ മുഖംമൂടി അണിഞ്ഞായിരിക്കും ഉണ്ടാവുക. ഒരു ജീവിതകാലം മുഴുവനും കൊണ്ടു നടക്കാനുള്ള ട്രോമയും വേദനയും നിരാശയുമാണ് ഇത്തരത്തിലുള്ള മുഖംമൂടി അണിഞ്ഞ ഇൻഫ്ലുവൻസർമാർ ആകത്തുകയിൽ സമ്മാനിക്കുന്നത്. എന്തായാലും ഫിലിപ്പ് മമ്പാടെന്ന വലിയൊരു പൊയ്മുഖം പൊളിഞ്ഞടുങ്ങിയിരിക്കുന്നു.